ചില പുസ്തകങ്ങളിലെ ചില വരികൾ നമ്മൾ ഒരു തവണ കൂടി വായിച്ചു നോക്കുമല്ലേ? അങ്ങനെ വായിച്ച ഒരു പുസ്തകത്തിലെ ചില വരികളെ കുറിച്ചാണ്. പ്രേമനഗരം എന്ന പുസ്തകത്തിന് ശേഷം ബിനീഷ് പുതുപ്പണം ഇറക്കിയ മറ്റൊരു പുസ്തകമാണ് മധുരവേട്ട. അതിലെ ഒരിടയിൽ വെച്ച് ചില വരികളുണ്ട്. കൂട്ടുകാരികൾ ഒരുമിച്ച് നടക്കുന്ന ഒരു സംഭാഷണത്തിൽ നൂറ ചോദിക്കുകയാണ്, ഒരു പുരുഷൻ ഏറ്റവും അസ്വസ്ഥനാകുന്നത് എപ്പോഴാണെന്ന് അറിയുമോ? ആദ്യത്തുത്തരം കടന്നു വന്നു, പ്രേമം നിരസിക്കപ്പെടുമ്പോൾ. അല്ല, അത് മാത്രമല്ല, ശരിയായ രീതിയിൽ ആഹാരം ലഭിക്കാതെയാകുമ്പോൾ എന്ന് രജനി ഇടയിൽ കയറി പറയുന്നു. അല്ല, ഒന്നിച്ചു കിടക്കാതെയാവുമ്പോൾ എന്ന് ഹസീന പറയുമ്പോൾ നൂർ അതിനോട് യോജിച്ചുകൊണ്ട് പറയാണ്, ശരിയാണ് ഹസീന, രതിയും സ്നേഹവും ലഭിച്ചില്ലെങ്കിൽ പുരുഷൻ ഏറ്റവും അസ്വസ്ഥനാകുന്നു. പ്രത്യേകിച്ച് രതിയിൽ ഏറ്റവും ആനന്ദത്തോടെയും സ്നേഹത്തോടെയും ലഭിച്ചിരുന്ന രതി പെട്ടെന്നൊരു ദിവസം നിലയ്ക്കുമ്പോൾ അവന് ദേഷ്യവും പകയുമേറുന്നു. ഇതിനോട് തുടർന്നുകൊണ്ട് മേരി പറയുകയാണ്, രതിയും സ്നേഹവും ലഭിക്കാതെയാകുമ്പോൾ പുരുഷൻ സ്ത്രീയോട് കെഞ്ചും, ചിലപ്പോൾ അങ്ങേ തലക്കിലെ ഇരപ്പാളിയാവും. ഇത് പറഞ്ഞപ്പോൾ മേരിയെ എല്ലാവരും അത്ഭുതത്തോടെ തുറിച്ചു നോക്കി. ഏത് കാലഘട്ടത്തിലായിക്കോട്ടെ, എത്ര കാലങ്ങൾ കഴിഞ്ഞു പോയിക്കോട്ടെ, എല്ലാ കാലത്തും പുരുഷന് സ്ത്രീയിൽ നിന്ന് പൂർണ്ണമായ ആനന്ദം കണ്ടെത്തുന്നത് അവൻ സ്ത്രീയുടെ രതിയിൽ നിന്ന് തന്നെയാണെന്ന് ബിനീഷ് പുതുപ്പണം ഈ ഒരു പുസ്തകത്തിലൂടെ, ഈ ഒരു വരികളിലൂടെ വീണ്ടും സമർത്ഥിക്കുകയാണ്. എത്രയൊക്കെ കാലഘട്ടം മാറിയാലും പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധത്തിൽ രതി കടന്നു വരുമെന്നുള്ളത് 100%